6 സ്റ്റിംഗ്രയും ചത്തുപോയി. അടിപൊളി. ബ്ലാക്ക് ഡീപ്പ് ദേ നമ്മുടെ സെന്ററിലെ പോണ്ടിലിട്ട് മീനുകളൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അത് വേണോ? നമ്മളൊരു കാര്യം തീരുമാനിച്ചു. ഇനി മുതൽ നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിൽ ഒരു മീനിനെ നമ്മൾ വളർത്തുന്നില്ല, അതിന് നമ്മൾ പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഏത് മീനാന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കുളത്തിൽ ആമ്പൽ വെച്ചായിരുന്നല്ലോ. ആമ്പൽ ഇങ്ങനെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. അതായത് പഴയ ഇല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ കുറച്ച് ഇലകളൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അതുപോലെ ഉണ്ടല്ലോ, ഈ വാട്ടർ ക്യാബേജിനെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? നമ്മളിത് മൊത്തം മാറി കളഞ്ഞാണ്. എവിടെയെങ്കിലും ഒരു ഇച്ചിരി കിടന്നാൽ മതി, ഈ സാധനം വാളന്ന് മൊത്തം കയറുവാണ്. നമ്മൾ ബാക്കി പറയുന്നതിന് മുമ്പുണ്ടല്ലോ, നമ്മുടെ തൊമ്മൻ ആൻഡ് ഗ്യാങ്ങിനെ അഴിച്ചുവിടാം. രണ്ടുപേരും നോക്കിയിരിക്കുകയാണ്, ഇറങ്ങണോ വേണ്ടേ, ഇറങ്ങണോ വേണ്ട. ഇന്ന് മഴയൊക്കെ ആയിട്ട് ഇവർ വിചാരിച്ചാണ് പുറത്ത് പോകണ്ടെന്ന്. ഇനി നമ്മൾ പറഞ്ഞു വന്ന കാര്യം, അതായത് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പപ്പയും കൂടെ വളർത്തുന്നേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിലെ ഈ ഒരു കുളത്തിലേക്ക് പല കുളങ്ങളിലായിട്ട് നമ്മൾ ടോട്ടൽ ഇപ്പോൾ ഒരു 5-6 സ്റ്റിംഗ്രേനെ മേടിച്ചിട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് സ്റ്റിംഗ്രേ വളർന്നു വരുവാണെങ്കിൽ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യുകയാണ് സ്റ്റിംഗ്രേനെ മേടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് 6 എണ്ണത്തിന് മേടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. സ്റ്റിംഗ്രയുടെ പ്രശ്നം വിഷയത്തിൽ 6 സ്റ്റിംഗ്രയും ചത്തുപോയി. അതായത് വലുതായിരുന്നു. നമ്മൾ ലാസ്റ്റ് മേടിച്ച സ്റ്റിംഗ്രയുടെ വലുപ്പം നിങ്ങൾക്ക് അറിയാം, ഏകദേശം ഈ ഒരു വലുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റിംഗ്രൈസ് മാത്രം ചത്തുപോവാണ്. നമ്മൾ സ്റ്റിംഗ്രയുടെ കൂട്ടത്തിലിട്ട ബാക്കി എല്ലാ മീനുകളും ഈ ഒരു പോണ്ടി കിടപ്പുണ്ട്, പക്ഷേ സ്റ്റിംഗ്രേ മാത്രമില്ല. ഒരു 10-30 അടുത്ത് നഷ്ടമുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റിംഗ്രേനെ ചൂണ്ടായിട്ട് പിടിക്കുന്നേ ഉള്ളൂ. രാവിലെ 3 മാർക്കറ്റിൽ പോയിട്ടാണ് ഈ ഒരു അയല മേടിച്ചത്. നല്ല ഫ്രഷ് അയല, ഐസ് ഇടാത്തത്. തലഭാഗമാണ് എടുത്തത്. ഇവിടുന്ന് അങ്ങ് ഹുക്കപ്പ് ചെയ്തിട്ട് നല്ല സർക്കിൾ ഹുക്ക്, നമ്മൾ ഷാഡൊക്കെ ഹുക്ക് ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഇതിനിപ്പോൾ തലഭാഗം നിറയും, മീൻ പുറകിൽ നിന്നായിരിക്കും എടുക്കുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഹുക്കപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഞാൻ എനിക്കറിയാവുന്ന പോലെ ചെയ്തായിരിക്കും. നല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ അഖിൽ ബ്രോ ഉണ്ട്. എനിക്കിവർ രാവിലെ ഒരു തെരണ്ടി, അതായത് സ്റ്റിംഗ്രേ പിടിക്കാനുള്ളൊരു ലെസൺ പറഞ്ഞു തന്നായിരുന്നു. പിടിപ്പിക്കുമെന്ന് പറയാം. ഈ ബ്രാൻഡ് ഏതായിരുന്നു? സർസിംഗർ ബ്ലാക്ക് ഡീപ്പ്. മീനടിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഇവിടെ മീനടിച്ചു. സർവശക്തി എടുത്താണ് വലിക്കുന്നത്. മീനിപ്പോൾ ഓടുവാണേ. എങ്ങനെയുണ്ട് ജിനോജ് എക്സ്പീരിയൻസ്? ലൂർ ഡാഡിയുടെ നെവർ ഫെയിൽ 60 LB 32 mm ബ്രൈഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം 30 സീസൺ കാത്തിരിക്കുന്നവർക്ക് അടിപൊളി റിസൾട്ട് ഉള്ള ഒരു ബ്രൈഡാണ് കേട്ടോ. ചേട്ടന്മാർ മീനിനെ കാണുന്ന സ്പോട്ടിൽ തന്നെ കുത്താനായിട്ട് ഇതാണ് ഗാഫ് എന്ന് പറയുന്ന ഒരു ഉപകരണം. അതായത് വലിയ മീനുകളെ, ഡേഞ്ചർ ആയിട്ടുള്ള മീനുകളെ കുത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ഗഫ് ഉപയോഗിച്ച് പിടിക്കുന്ന മീനുകളൊക്കെ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. അവിടെ അടിച്ചു അപ്പുറം മീൻ അടിച്ചു. ഓ കറക്റ്റ്. ഇതൊരു ഫൺ സ്പോട്ട് തന്നെയാണ് കേട്ടോ. കണ്ടോ മീനെ പിടിച്ചോണ്ട് വരുന്ന വരവ് കണ്ടോ, അടിപൊളി. ജിനാജിന് അവിടെ ചെന്നു അപ്പുറം മീൻ അടിച്ചു. അപ്പുറം ഹെവി മീൻ അടിച്ചേക്കാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ മീൻ ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല, ഇതിന് അറിയാലോ. തൊട്ടപ്പുറം മീൻ അടിച്ചിട്ടുണ്ടോ, അത് ഹെവി മീനാണ് കേട്ടോ. ഇവിടുത്തെ മീൻ ജയന്റ് ആണ് ഇവിടെ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. മീൻ ഇതുവരെ നിന്നിട്ടില്ല. ഇതുണ്ടോ, സ്പിൻ ഫിഷറൊക്കെ നിന്ന് കത്തുന്ന കത്തല കേട്ടോ. നന്ദുവാണ് മീൻ പിടിക്കുന്നത്. ആക്ച്വലി അടിച്ചത് ബ്രോയ്ക്ക് ഭയങ്കര ലക്ക കേട്ടോ. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it, and I don't think I'll be fine if I don't break my limitations. Don't try to stop me, I exist to write my own story. I'll make a decision if I want some peace or if I want the glory. Yeah, don't want a life that is complacent or possibly boring. I just want a life that is worth every day exploring. അടിപൊളി. ഒടിഞ്ഞു പോയതിനു ശേഷം കിളിച്ചു വരും കേട്ടോ. കണ്ടല്ലോ, 2 മുള്ളുണ്ട്, 2 മുള്ളും കിളിച്ചു വരുന്നുണ്ട്. ഇൻട്രോ എടുക്കുന്ന സമയത്ത് അടിച്ച മീനാണ്. ഇതാണ് ജയന്റ്. ഇത് എത്രയുണ്ട്? 20+ ആണ് കേട്ടോ. നമ്മുടെ 3ാമത്തെയാണ്. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ കാസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇടയ്ക്കുന്നൊക്കെയാണ്. നമ്മൾ അയല കോർത്തിട്ടുണ്ട്. ഇനി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കും. തിര ഇറങ്ങി പോകുമ്പോഴേക്കും അതിൻ്റെ കൂടെ നമ്മൾ ഇറങ്ങി പോകും. കാരണം കൂടുതൽ ദൂരം കിട്ടാനായിട്ടാണ്. അതിനുശേഷം ബെയിൽ നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യത്തില്ല. സർസിംഗർ അവിടെ തന്നെ താഴട്ടെ. അതിനുശേഷം സിംഗർ ഒരു ആങ്കർ കൂട്ടാണ്, അതോടെ പോയി ലോക്കാവും. അത് ലോക്കാവുന്ന ഗ്യാപ്പിൽ ഇനിയിപ്പോൾ നമുക്കത് ലോക്ക് ചെയ്യാം. സർസിംഗർ ലോക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതിന് പിടിക്കാം.
ആദ്യത്തെ മീൻ. ദൈവം, ഇത് സ്കൂൾ ഔട്ട് ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് കേട്ടോ. ഇല്ല, മീൻ വലത്തോടെ ഓടുന്നേ. മീൻ നിന്നിട്ടുണ്ട്, ഇനി ഓടും. അയ്യോ, എന്റെ ജീവിതത്തിൽ ആദ്യത്തെ തെരണ്ടി സ്റ്റിംഗ്റേ ആദ്യമായിട്ട് പിടിക്കുന്നതാണ് കേട്ടോ. നീ കേട്ടിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ? അയ്യോ, മീൻ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ആദ്യത്തെ മീൻ വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ ആ ചാലിൽ മിക്കവാറും മീൻ അടിക്കുമെന്ന്. മീൻ ഇങ്ങോട്ട് ഓടുവാണ് കേട്ടോ, ഈ സൈഡിലോട്ട്. മീൻ ആക്ച്വലി വെള്ളത്തിൽ മീൻ അടിയിൽ കിടക്കുവല്ല, മീൻ പൊങ്ങി നിൽക്കുക. എന്നല്ല അറിയത്തില്ല, ഒരു പേടിയില്ല. മേളിലോട്ട് വയ്യപ്പോ എടുത്താൽ വലിയ കുഴപ്പമില്ല നമുക്ക്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഇത് മീൻ അടിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിവിടെ കാളാഞ്ചി ചാടുന്ന കണ്ടതാണേ. വാടി പൊളി. ഇത് എത്ര സമയം എടുക്കും മീൻ കയറാൻ? 10 മിനിറ്റ് ലാൻഡ് ചെയ്യും. അത് ശരിയാട്ടോ. നമുക്ക് ഈ പറഞ്ഞ വലിയ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഇത് മീനുണ്ടല്ലോ ഇങ്ങോട്ട് വരുന്നു, തിരയുടെ അടുത്തെത്തുമ്പോഴേക്ക് അവൻ തിരിച്ചോടുവാണ് കേട്ടോ. വെയിറ്റ് ഗസ് ചെയ്യാനായിട്ടൊരു 15 കിലോ ഏറ്റവും കൂടുതൽ ഓടുന്നത്. 20+ ആണോ? അനീഷേട്ടൻ പറഞ്ഞത് 20+. ഇതെല്ലാം കൂടെയോ? 1.5 ലക്ഷം രൂപ. ഓക്കെ 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 ഓക്കെ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആ, ദേ മീൻ അടുത്തെത്തിയിട്ടുണ്ട് ഏകദേശം. പുറകെ വിട്ടു കൊടുക്കാം. ആ അതെ അതെ, വന്നു വന്നു വന്നു. കേറിയോ? ആണോ? ഓ എന്റെ അമ്മ, കാര്യം വലിയ മീനൊന്നുമില്ല കേട്ടോ. മീനൊന്ന് കാണിച്ചിടത്തേ. അടിപൊളി. എന്റെ ലൈഫിലെ ആദ്യത്തെ മീനാണ്. ഇനി തെരണ്ടിയുടെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമുണ്ട്. മീനിന്റെ നമുക്ക് മീനെ കുറച്ചുകൂടെ കരയിലിട്ട് ഇതിന്റെ കുറച്ച് സംഭവങ്ങൾ കാണിക്കാനുണ്ട്. നമ്മുടെ ദേഹത്ത് കയറ്റിയ കൈ കേറല്ലേ, അത് കേറിപ്പോണ്ടോ? നമ്മുടെ അല്ലല്ല, അങ്ങോട്ട് വരത്തില്ല. ഇത് നമ്മുടെ ഗാഫ് ഇട്ടിട്ട് കേറാത്ത സാധനത്തിലാണ്. ഇതുണ്ട്, ഇത് വരത്തില്ല. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ അങ്ങോട്ട് ഓടിച്ചു നോക്കി. നമ്മുടെ ചൂണ്ട കൂട്ടല്ലേ, സിമ്പിള്. ഞാൻ വേറെ കാര്യം പറയട്ടെ, ഇത് ഗാഫ് ഇട്ടാ കേറാത്ത ഈ സ്കിന്നിനകത്താണ് ഈ മുള്ള് സിമ്പിളായിട്ട്, പക്ഷെ തിരിച്ചു വരത്തില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇതിന് ഒറ്റ മുള്ളുകള്, 2 മുള്ളുള്ള സാധനമുണ്ട്, ഒറ്റ മുള്ളുള്ളതുണ്ട്. ഒരു മുള്ള അടിച്ചാലും നമ്മൾ സൂക്ഷിക്കണം. അല്ല, മുള്ളു കാണത്തില്ല, ചില അതിന് ഫൈറ്റ് ചെയ്ത് നഷ്ടപ്പെടാം. പിന്നെ കാക്കത്തരണ്ടിക്ക് നമുക്കിവിടെ കിട്ടിയതിനകത്ത് വലക്കകത്ത് കിട്ടിയാൽ ഒരു 7 മുള്ള് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒടിഞ്ഞു പോയ കുറെ മുള്ളും ഉണ്ടായിരുന്നു. ഇതുണ്ടല്ലോ, ഞാൻ ആദ്യത്തെ ഫെയിൽ ആയെന്ന് വെച്ചാൽ ഗാഫ് ഇട്ട് കീറിപ്പോയി. എന്ന് വെച്ചാൽ അത്രയ്ക്ക് പവറിലാണ് ഇവ മണ്ണിരിക്കുന്നത്. ബ്രോയ്ക്ക് മീൻ അടിച്ചിട്ട് മണ്ണിലിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എളുപ്പത്തിൽ ഈ പുള്ളിത്തരണി എന്ന് പറഞ്ഞാൽ ഇതവൻ ആദ്യം ഇരിക്കുവായിരുന്നു, നമ്മൾ കഷ്ടപ്പെട്ടത്. ഇരുന്ന് കഴിഞ്ഞാൽ ഇവൻ കയറാൻ പാടാം. ഈ ലൈൻ മൊത്തം വലിച്ച് ഞാൻ ഇരുന്നായിരുന്നു. അതായത് ഞാൻ എന്റെ തലക്ക് ഇട്ടിട്ട് തന്നെ ഇവൻ വരാത്തണ്ടോ. അടിപൊളി. കുക്കായൊക്കെ സ്ഥലം നോക്കിയേ. ബാക്കി പോർഷൻ ഇതിന്റെ മേളിൽ ഇരുന്നിട്ടായിരിക്കും ഓടുന്നത്. അപ്പൊ നമ്മളിടുന്ന ഹുക്കിന്റെ ആ സ്ഥലത്ത് ഹുക്കായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോകത്തില്ല. ഇല്ല, ഇത് ഹുക്ക് നമ്മളിടുന്ന ഹുക്ക് ഉണ്ട്. ഇത് അങ്ങനൊന്നും ഊരാൻ പറ്റത്തില്ല. ഈ മോഡൽ കാർബൺ ഹുക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ജിഗ് ബൾക്കായിട്ട് എടുത്തപ്പം അലിഎക്സ്പ്രസിൽ നിന്ന് അവര് തന്ന ഹുക്കായത്. അപ്പൊ അവർക്ക് ഇത് എടുത്തു കൊടുത്ത ആൾക്ക് ആ ഹുക്ക് ആവശ്യമില്ലായിരുന്നു. അപ്പൊ ആ ഹുക്ക് അവര് നമുക്ക് തന്നു 100 പീസ്. അപ്പൊ ഇനി മീനെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇതിന്റെ വാലയിൽ വേറെ സംഭവമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മീൻ ഈ വാലിട്ട് ഇളക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർ ഇതിപ്പോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുത്ത് കിട്ടും. ഇതുണ്ടോ, ഇത് കൈ നമ്മളെ ഇത് ഇതുണ്ടോ, ഇതുണ്ടോ ഇതിന്റെ ഗ്രിപ്പ് കണ്ടോ? ഇതിന് അടി കിട്ടിയാൽ നല്ല രസമാണ്. പണ്ടുള്ള ആൾക്കാർ പറയും അടിപൊളി. ചേട്ടാ ഇനി എന്നെ കൊണ്ടുവന്ന ചേട്ടന്മാര് നമ്മുടെ അഖിൽ ചേട്ടൻ, ബ്ലൂ വാട്ടർ ചേട്ടൻ, ഇവർക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ചാനൽ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ചാനൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ കയറുവാണെങ്കിൽ ഇതിനേക്കാളും വലിയ മീൻ പിടുത്തം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും. ഇപ്പം ഞാൻ ആക്ച്വലി ബേസിക്സ് ഇവരുടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എവിടെ പോയാലും നമ്മളൊരു ലെസൺ പഠിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇവർ എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് തെരണ്ടി പിടിക്കുക. അപ്പോൾ എവിടെയെങ്കിലും പോയാലും എനിക്കിനി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ അടുത്തിന് പിടിക്കാൻ പോവാം. പിന്നെ നമ്മുടെ ബ്രോഡ് അമല്, നന്ദു എന്നറിയപ്പെടുന്നത്, പിന്നെ നമ്മുടെ ബിനിൽ, ഇവർ 3 പേരുമാണ്. പിന്നെ എന്നെ ഇവരെ കണക്ട് ചെയ്യുന്ന നമ്മുടെ അനീഷ് ചേട്ടൻ,
അനുഷേട്ടനായിട്ട് ഞാൻ പറയണ്ടല്ലോ, നമ്മൾ ഒരു അല്ലേ എത്ര ആളായല്ലേ ഫാമിലി. അതെ അതെ അതെ. അല്ല ഞാനൊരു കാര്യം തീരുമാനിച്ച, ഞാൻ എപ്പോഴും റീല് മേടിക്കുമ്പം എൻ്റെ ഒരു റീല് ഫെയിൽ ആയാലും ഞാൻ അടുത്തതിനെ കുറിച്ച് ചിന്തിക്കത്തുള്ളൂ. ഇതിനു മുമ്പേ ഞാൻ ഉപയോഗിച്ച് സർഗോസ എനിക്ക് ഒരു പ്രാവശ്യം സ്കൂൾ ഔട്ടായി. അപ്പം ഞാൻ ഇനി ട്വിൻ പവർ ഫെയിൽ ആകുമ്പോൾ നമ്മൾ സ്റ്റെല്ലയിലോട്ട് പോകും. വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാൻ ഭയങ്കര എളുപ്പമാണ്. ഇതുണ്ടോ നമ്മുടെ പട്ടമൊക്കെ പറപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നല്ല നീളമുണ്ട്, അധികം മണ്ണ് പറ്റിക്കാതെ. നമ്മുടെ ചേട്ടന്മാർ മീനിനെ എടുത്തുകൊണ്ട് പോകണം. ആക്ച്വലി ഞാനൊന്ന് ചുമന്നൊരു 60 കിലോ അടുപ്പിച്ചുണ്ട്. പെടലി വെട്ടിയിരുന്നത് കൊണ്ടും 2 ദിവസം തിരുമ്മിയത് കൊണ്ടും എൻ്റെ വൈദ്യുതി പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എടുത്തേനെ. ഇതങ്ങനെ സമയം 10:30 നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ആരായിരിക്കും വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങിയിരുന്നത്? പപ്പേരി. വണ്ടി വീട്ടിലോട്ട് കയറ്റുന്നു. എല്ലാവരും കഴിക്കാൻ തോന്നുന്നത് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞില്ലേ പപ്പയ തെരഞ്ഞു പിടിക്കാൻ പോയി വെള്ളമാട്ടെ. നീമി എന്തിയെ? പിടിച്ച മീനിനെ കണ്ടിട്ട് ഞെട്ടവര്. ബാബാ അല്ലെന്നെ വണ്ടിക്കകത്ത് തുറന്നു വെച്ചേക്കുന്നു. വാഴ പിടിക്കണ്ട. വെട്ടാം, മീൻ വെട്ടാം. മീൻ വെട്ടാം. ചേട്ടന്മാര് പഠിപ്പിച്ചു തന്ന വിദ്യയിൽ ഞാൻ മീൻ വെട്ടാൻ പോകുന്നു. അല്ലെ വാ കാണിച്ചു കൊടുത്ത്. പെട്ട അവിടെ ഒരല്ലോ, അതാണ് വയറിന്റെ ഭാഗം. അവിടെ കത്തിയില്ല, കത്തി വരല്ലേ കേട്ടത്. ബക്കറ്റിട്ടാവുമായിരുന്നു. അതേ നമ്മുടെ തെരണ്ടി മമ്മി നല്ല അടിപൊളിയായിട്ട് തൊലിയൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. എന്നാ നീറ്റ് മീറ്റാന്ന് നോക്കി. അതുപോലെ തെരണ്ടിയുടെ ഇറച്ചിക്കകത്തറിയാം കാട്ടിലേജാണ് കൂടുതൽ കടിച്ചാൽ മുറിയുന്ന എല്ലാണ്. എല്ലൊക്കെ കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തെരണ്ടി നന്നായിട്ട് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളങ്ങനെ വറക്കാനുള്ള പീസ് കട്ട് ചെയ്ത് വെച്ചു. ഇത് കറിക്കുള്ള പീസാണ്. നിങ്ങൾ വിചാരിക്കും ബാക്കി മീനെല്ലാം എന്ത് ചെയ്യുന്നല്ലേ? ബാക്കി മീനൊക്കെ നമ്മൾ എന്നാ അമ്മി ചെയ്തേ? ഇതുണ്ട്, ഇതാണ് പറഞ്ഞത്. തെരണ്ടിയുടെ എല്ലാം നല്ല കാർട്ടിലേജാണ്. അപ്പോൾ നമുക്ക് വറക്കുവാണെങ്കിലും കറി വെക്കുവാണെങ്കിലും നമുക്ക് കടിച്ച് തിന്നാൻ പറ്റുന്ന ഇറച്ചി എല്ലാണ് കേട്ടോ. ആദ്യം നമുക്ക് വറക്കാനുള്ള പീസിനെ നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു കുഞ്ഞു നാരങ്ങ, ആ നാരങ്ങ നമ്മുടെ മീനിലോട്ട് പിഴിഞ്ഞ് ചേർക്കും. അതിലേക്ക് കുറച്ച് ഉപ്പ്, എന്നിട്ട് ഇതിട്ടിട്ട് നന്നായിട്ട് മീനിനെ തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മീനിനെ കഴുകിയെടുക്കും. അതുപോലെ തന്നെ ഈ മീൻ നമ്മൾ കഴുകിയെടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കും. കണ്ടല്ലോ, ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിനെ നമ്മുടെ മീനിലേക്ക് ഇടും. അതിലേക്ക് ഒരു നാരങ്ങ അങ്ങ് പിഴിഞ്ഞ് ചേർക്കും. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും. ഇനി ഈ ഒരു മസാല നമ്മുടെ മീനയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്യുന്നത്. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കറിയും വെക്കും. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീനിൽ മസാല പിടിച്ച് വരുന്ന ഗ്യാപ്പിൽ മമ്മി അടുപ്പ് കത്തിക്കാൻ പോകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തെരണ്ടി കറി വെക്കാനുള്ള ചാറും റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അടുപ്പ് കത്തിച്ചിട്ട് പാൻ വെച്ചു. പാൻ ചൂടായി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് മമ്മി അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നമ്മുടെ കറിയുടെ ചാറിനും തിളയ്ക്കുന്ന നോക്കി. തിളച്ച എണ്ണയിലോട്ട് മമ്മി കറിവേപ്പില ഇടുവാണ്. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ തെരണ്ടിയുടെ ഓരോ കഷ്ണങ്ങളായിട്ട് ഈ കറിവേപ്പിലയുടെ മേളിലേക്ക് ഇങ്ങനെ നിരത്തി വെക്കും. അങ്ങനെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും റെഡിയാകും കേട്ടോ. കറി വെക്കാനുള്ള തെരണ്ടി നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് ആ ഒരു ഗ്യാപ്പിൽ എടുത്ത് വെക്കും. ഇനിയിപ്പോൾ ഈ ഒരു കഷ്ണമല്ല, നമ്മുടെ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് പുളിയൊക്കെ ഉരുകി അതിലേക്ക് നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം എടുത്തിടും. അപ്പോൾ നോക്കി നല്ല തെരണ്ടി നമ്മൾ തന്നെ ചൂണ്ടയിട്ട് പിടിച്ച മീൻ കറി വെച്ച് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് അല്ലേ മീൻ. എന്ത് മീനാണെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി മമ്മി അതിനെ മറിച്ചിടുവാണ് കേട്ടോ. നമ്മളൊരു ഇച്ചിരി ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ കാറും മൂറ അതിൻ്റെ എല്ലൊക്കെ നമുക്ക് കടിച്ച് തിന്നാനായിട്ട് വലുതുണ്ടല്ലോ. നമ്മുടെ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉപ്പും പുളിയും കൂടി നോക്കാൻ വേണ്ടി പോവാണ്. നല്ല സൂപ്പർ മീൻ കറി.
ഇതിനെടുത്ത് മമ്മിയാണെങ്കിൽ പാത്രത്തിലോട്ട് വെച്ചു. മീൻ വറുത്ത്, മീൻകറി, ബാക്കി നമ്മുടെ ഇന്നത്തെ കറികൾ കാണിച്ചു തരാം. പാവയ്ക്ക തോരൻ, പരിപ്പ് കറി, കപ്പ പുഴുങ്ങിയത്. ആദ്യമേ എനിക്ക് 2 കപ്പ കഷ്ണം എടുത്തരോ, കറക്റ്റ് 2 കഷ്ണം. മീൻകറി. ജിനോജിനും ചേച്ചിയാണ് ആദ്യമേ കപ്പയും മീൻകറിയും ടേസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് കറി? ചാറ് മാത്രമേ കഴിച്ചുള്ളൂ, പക്ഷെ സൂപ്പർ ടേസ്റ്റ്. അടിപൊളി. അല്ലെങ്കിൽ നല്ല ഫ്രഷ് മീൻ. എങ്ങനെ ചേച്ചി? ആദ്യമായിട്ടല്ലേ ഫ്രഷ് തരണ്ടി കഴിച്ചത്? അല്ല, ഞാൻ ഇത്ര ഫ്രഷ് തരണ്ടി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അല്ല, ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പപ്പ എങ്ങനെയുണ്ട്? പപ്പേ കറി എങ്ങനെയുണ്ട്? അമ്മി അമ്മ കഴിച്ചു നോക്കിയോ? എങ്ങനെയുണ്ട് അമ്മി? നമ്മൾ ചിപ്സ് കഴിക്കുന്നുണ്ട്. മുള്ളു എല്ലാം 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 തിന്നാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ഫ്രഷ് വരേണ്ടിയിട്ടാണ് മേടിച്ചു കേട്ടോ. വറുത്ത് ഞാൻ അടിപൊളിയാണ് കറി. അമ്മ അടിപൊളി കറി. അപ്പോൾ ഉണ്ടല്ലോ 5 ചോറിനാണ് വെയിറ്റ് ഞാൻ ചോദിച്ചാൽ ചോറിനാൻ പറ്റുള്ളൂ. താങ്ക് യു സോ മച്ച്. ജെസിക്ക് ഓടിക്കണം. നല്ല മഴയത്ത് മീനച്ചിലാറ്റി നമ്മൾ മീൻ പിടിക്കാൻ പോവാണ് കേട്ടോ. ഒരു കിഡിലും ചെമ്പല്ലി പിടിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചേ. അഞ്ച് പിടിച്ച മീനെ കല്ലിനകത്ത് പൊക്കി എടുത്താണ്. ജിനോച്ചിനടുത്ത മീൻ എന്നാ മീനാ? പുല്ലൻ 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 പുല്ലൻ. ഫാമിലി ഫിഷിംഗ് ആണ്, ഫാമിലി ഫിഷിംഗ്. ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. വേണ്ട വരുന്ന പുല്ലൻ. അടിപൊളി 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 അടിപൊളി.